أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو اتبع الحق أهواءهم لفسدت السماوات والأرض ومن فيهن بل أتيناهم بذكرهم فهم عن ذكرهم معرضون. أم تسألهم خرجا فخراج ربك خير وهو خير الرازقين. وإنك لتدعوهم إلى صراط مستقيم. وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1122 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 71 മുതൽ 74 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ ഇത്തബഅൽ ഹഖ് വഅഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ ബൽ അതൈനാകും ബിദിക്രിഹിം ഫഹും അൻ ദിക്രിഹിം മുഅ്രിദൂൻ. അം തസ്അലുഹും ഖർജാ فخراج ربك خير وهو خير الرازقين. وإنك لتدعوهم إلى صراط مستقيم. وإن الذين لا يؤمنون بالآخرة عن الصراط لناكبون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 71 മുതൽ 74 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ഒരു വിവരണം സത്യവിശ്വാസികളുടെ സവിശേഷതകളെ കുറിച്ച് ഈ സൂറത്തിന്റെ തുടക്കത്തിലും പിന്നീട് നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളുടെ തൊട്ടു മുകളിലൊക്കെയായിട്ട് നൽകപ്പെടുകയുണ്ടായതാണ്. അതിനെ തുടർന്ന് സത്യനിഷേധത്തിന്റെ നിലപാടില് മുരടുറച്ചു നിൽക്കുന്ന ആളുകളുടെ ചില പ്രത്യേകതകൾ അല്ലാഹു നമുക്ക് വിവരിച്ചു തരികയുണ്ടായി. അവര് സത്യദൂതൻ അവരിലേക്ക് വരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ദൈവിക സന്ദേശവുമായിട്ട് ദൂതന്മാർ അവരുടെ അടുക്കിലേക്ക് എത്തിയ ഘട്ടങ്ങളിലൊക്കെ തന്നെ യുക്തിരഹിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ തള്ളിക്കളയുകയും അവര് കാണിച്ചു കൊടുത്ത മാർഗത്തിൽ നിന്ന് തെന്നിമാറി അകലുകയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടാനായിട്ട് എത്തുമ്പോൾ അവര് ആർത്തുകരയുകയും വിലപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ആ ഘട്ടത്തില് അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടുന്ന ഘട്ടത്തില് അത് ഐഹിക ലോകത്ത് തന്നെയുള്ള ശിക്ഷയാകാം, അതല്ലെങ്കിൽ അവസാനത്തെ പിടികൂടലും ആവാം. എന്തായാലും അങ്ങനെയുള്ള ദൈവിക നടപടി ഉണ്ടാകുമ്പോൾ അവര് സഹായത്തിനായിട്ട് ആർത്തു കരയുമ്പോൾ അവർക്ക് സഹായം ലഭിക്കുകയില്ല. അള്ളാഹു ഒരു നിലക്കും അവർക്ക് സഹായം നൽകുകയില്ല എന്നാണ് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. ലാ തജ്അറുൽ യൗമ ഇന്നകും മിന്നാ ലാ തുൻസറൂൻ.
എന്നാണ് അവരോടായിട്ട് പറയപ്പെടുന്നത്. ഇന്ന് നിങ്ങൾ കിടന്ന് അലറി വിളിക്കേണ്ട, ഇന്ന് നിങ്ങൾ വിലപിച്ച് കരയേണ്ട, നിർത്തിക്കളി ആ കരച്ചിലും വിലാപ്പവും ഒക്കെ തന്നെ. കാരണം ഒരു നിലക്കും നമ്മുടെ പക്കൽ നിന്ന് നിങ്ങൾക്കൊരു സഹായവും എത്തിച്ചേരുകയില്ല. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് സഹായം എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സഹായവും മറ്റൊരു സ്രോതസ്സിൽ നിന്നും ലഭിക്കുകയില്ല എന്ന് തന്നെയാണ് അതിന്റെ സൂചന. ആരൊക്കെ എന്തൊക്കെ നടപടികൾ ചെയ്തുകൊണ്ട് സഹായിക്കാനായി മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിലും അതൊക്കെയും തന്നെ അള്ളാഹു ഈ പ്രപഞ്ച സംവിധാനത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന ഇടപെടലും സഹായങ്ങളും ഒക്കെയാണ്. അപ്പോ അങ്ങനെ ഒരു സഹായവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവരോട് പറയപ്പെടുന്നത്. എന്നിട്ട് അവരെ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായൊരു ബോധ്യം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ചില ചോദ്യങ്ങൾ അവരുടെ നേരെ എറിയപ്പെടുകയാണ്. നിങ്ങൾ ഈ ദൈവിക വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതിനെക്കുറിച്ച് തദബ്ബുർ ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരുക്കമല്ലാത്തത്? ഇത് നിങ്ങളുടെ പൂർവികർക്കൊന്നും വന്നു കിട്ടിയിട്ടുള്ളത് പോലെയുള്ള സന്ദേശമല്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? അവർക്കൊന്നും പരിചയമില്ലാത്ത, തീർത്തും അപരിചിതമായ ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നത് എന്നാണോ നിങ്ങൾ കരുതിയത്? ഈ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്ന ഈ ദൂതൻ നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരാളാണോ? അദ്ദേഹത്തെ തള്ളിക്കളയാൻ, അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ നിങ്ങൾക്ക് ബോധ്യപ്പെടാതിരിക്കാൻ അദ്ദേഹം നിങ്ങൾക്ക് തീർത്തും അപരിചിതനായ ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഈ ദൂതന് കിറുക്കാണ്, അയാൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ? ഭ്രാന്തുള്ള ഒരാള് ഇങ്ങനെയുള്ള ബുദ്ധിപരമായ, ദൈക്ഷണികമായ, യുക്തിഭദ്രമായ കാര്യങ്ങൾ വന്ന് കേൾപ്പിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, നിങ്ങൾക്ക് വലിയ അബദ്ധം പിണഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്കായുള്ള സത്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കപ്പെട്ടിരുന്നത്. പക്ഷെ സത്യമാണ് നിങ്ങൾക്ക് ഒരു നിലക്കും സ്വീകാര്യമല്ലാത്തതും. ഇതാണ് നിങ്ങളുടെ നിലപാട്. നിങ്ങളുടെ മാനസികമായ ചായ്വുകൾ, നിങ്ങളുടെ തേട്ടം, നിങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾ, ഇതൊക്കെ സത്യത്തിന് വിരുദ്ധമായതായതുകൊണ്ടാണ് നിങ്ങൾ ആ സത്യം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതിരിക്കുന്നത്. സത്യമാണ് നിങ്ങൾക്ക് ഏറ്റവും അരോചകമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം. ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകൾ നോക്കുക. വലവിത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും. ഇനി ഇവരുടെ ഇഷ്ടത്തിനും ഇച്ഛക്കും ഒക്കെ അനുസരിച്ചുള്ള ഒരു സംഗതിയുമായിട്ടാണ് ഒരു ദൂതൻ കടന്നു വന്നിട്ടുള്ളത് എന്ന് സങ്കല്പിക്കുക. ഇവിടെയുള്ള പ്രശ്നം അതാണല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നൊരു ദൂതൻ ഇവരുടെ അടുക്കലേക്ക് വന്നപ്പോ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് അബ്സല്യൂട്ടായ സത്യമാണ്. അതാണ് ഇവർക്ക് അരോചകമായിരിക്കുന്നത്, അവർക്ക് അസ്വീകാര്യമായിരിക്കുന്നത്, അവർക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്തൊരു സംഗതിയാണ്. ഇനി ഇവരുടെ മനസ്സിന്റെ ഇംഗിതം അനുസരിച്ചുള്ള ഒരു സംഗതിയാണ് ഈ ദൂതൻ കൊണ്ടുവന്നിരുന്നത് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സത്യം ഇപ്പൊ ദൂതൻ അവതരിപ്പിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ അവരുടെ മുന്നില് അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് സത്യം. അതവർക്ക് അരോചകമാണ്, അതവർക്ക് സ്വീകാര്യമല്ല, അതവരിൽ വലിയ ക്രോധവും വെറുപ്പും അതുപോലെ എതിർപ്പും ഒക്കെ ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇവരുടെ മനസ്സിന്റെ തേട്ടങ്ങൾക്കനുസരിച്ചുള്ള, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഒരു സംഗതിയുമായിട്ടാണ് ഈ ദൂതൻ വന്നിരുന്നത് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് നേരെ നിൽക്കൂ. അതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വലവിത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും. ഇവരുടെ ഈ മോഹങ്ങളെയും അഭിലാഷങ്ങളെയുമാണ് സത്യം പിന്തുടർന്നിരുന്നതെങ്കിൽ, സത്യം
സത്യം അവതരിപ്പിക്കുന്നതിന് പകരം ഇവരുടെ മോഹങ്ങളും അഭിലാഷങ്ങളും മനോഗതങ്ങളും ഒക്കെ എന്താണോ അതിനനുസൃതമായ ചിലതായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതാണ് സത്യം പിന്തുടരാൻ തീരുമാനിച്ചത് എന്ന് നോക്കുക. ഇവിടെ സത്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദൂതനും അള്ളാഹുവിന്റെ ദൂതൻ അവതരിപ്പിച്ചിരിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ദൈവിക വെളിപ്പാടുകളുമാണ്. എന്നിട്ട് അത് പിന്തുടരുന്നതിന് പകരം ഇവരുടെ അഹ്വാഇനെയാണ്, ഇവരുടെ മനസ്സിന്റെ തോന്നലുകളെയും ആഗ്രഹാഭിലാഷങ്ങളെയും ഒക്കെയാണ്, ഇവരുടെ മോഹങ്ങളെയാണ് ഈ സത്യം സ്വയം അതങ്ങ് ഏറ്റെടുത്തിട്ട് പിന്തുടരുന്നത് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിന്ന, ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളതൊക്കെയും തന്നെയും ആകെ താറുമാറായി പോകുമായിരുന്നു. ഇതാണ് അവസ്ഥ. ഇവരുടെ മനസ്സിന്റെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന അല്ലെങ്കിൽ ആദർശത്തെ രൂപഭേദം വരുത്തി അവതരിപ്പിക്കുന്ന ഒരു പ്രവാചകൻ, ഇവരുടെ ഇച്ഛകൾക്കനുസരിച്ച് രൂപം മാറ്റി കൊടുക്കുന്ന ഒരു വേദഗ്രന്ഥം, അങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അതൊരിക്കലും സത്യത്തിന്റെ അടിസ്ഥാനത്തിലാവില്ല. കാരണം ഇപ്പോ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് സത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത ദർശനം. എന്നാൽ ഇവരുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന വിധത്തില് ദൂതൻ അതിലൊക്കെ ഒരു മാറ്റം വരുത്തി അവരുടെ അഹ്വാഇനെ പിന്തുടർന്നുകൊണ്ടാണ് സത്യം പോകുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിന്ന, ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളതൊക്കെയും തന്നെയും ആകെ തകിടം മറിയുമായിരുന്നു, താറുമാറാകുമായിരുന്നു. അപ്പൊ അതിന് നിലനിൽപ്പില്ല. ഈ പ്രവാചകൻ വല്ല ഭേദഗതിയും ചെയ്തു എന്ന് വെക്കുക. ഈ വേദഗ്രന്ഥം അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് അതിനെ രൂപഭേദം വരുത്തിയാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വെക്കുക. ഇനി സത്യം എന്ന പേരിൽ പിന്തുടരപ്പെടുന്നത് ഇവരുടെ അഹ്വാ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് എന്നും തീരുമാനിക്കുക. അത് നിലനിൽക്കുവോ? അതിന് ഒരു നിലനിൽപ്പോ അല്ലെങ്കിൽ ഭദ്രതയോ ഉണ്ടോ? ഒരിക്കലുമില്ല. അവരുടെ മോഹനമായ ചില സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ മാത്രമാണത്. അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ കഴിയും ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ള സകല സംവിധാനങ്ങളും വ്യവസ്ഥയും തകർത്ത് കളയുന്നതാണത് എന്നത്. അപ്പൊ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു ദർശനം, അങ്ങനെ ഒരു ജീവിത വീക്ഷണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനം ഇവിടെ വേരുറപ്പിക്കാൻ പോകുന്നില്ല, അടിത്തറയുള്ളതായി മാറാൻ പോകുന്നില്ല. അടിത്തറയുള്ള ഭദ്രമായ അടിത്തറയിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു സൗധമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന സത്യം. എന്നാൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവരുടെ ഇച്ഛകൾക്കനുസരിച്ചുള്ള ഒരു സംഗതിയാണ് സമർപ്പിക്കപ്പെടുന്നതെങ്കിൽ അതിന് വേരോട്ടം ഉണ്ടാവുകയില്ല, അടിത്തറ ഉണ്ടാവുകയില്ല. ഫലം എന്തായിരിക്കും? ഈ പ്രപഞ്ച സംവിധാനം ഒന്നാകെ തന്നെ തകർന്ന് തരിപ്പണമായി പോകും എന്നതാണ്. ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളതൊക്കെയും തന്നെ ആകെ ഫസാദായി പോവും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പൊ സത്യത്തിന്റെ അടിത്തറയിൽ മാത്രമേ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചിരിക്കുന്നത് 100% സത്യാധിഷ്ഠിതമായിട്ടാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും അതിനെ കൈയൊഴിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ അവിടെ അതിന്റെ ഇടിച്ചിലും പൊളിച്ചിലും ഒക്കെ കാണാൻ സാധിക്കും. അവിടെ അത് പൊളിഞ്ഞു പോകും. ആ എവിടെയാണോ നമ്മൾ സത്യത്തിൽ നിന്ന് വഴുതി പോകുന്നത് അവിടെ വിള്ളലും വീഴ്ചയും തകർച്ചയൊക്കെ ഉണ്ടാവും. അത് ആകാശങ്ങൾക്കും ഭൂമിക്കും അവയ്ക്കിടയിലുള്ള സകല സംഗതികൾക്കും ഉണ്ടാവും. അത് നമുക്ക് എളുപ്പത്തിൽ ബോധ്യപ്പെടാൻ പ്രപഞ്ചത്തിന്റെ ചില സംവിധാനങ്ങളെ പഠിച്ചാൽ മതി. നമ്മള് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു ഭാരം നമ്മൾ മുകളിലോട്ട് എറിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് എറിയുമ്പോൾ അത് നേരെ കീഴോട്ട് ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഫോഴ്സ് ചെലുത്തിയിട്ടുള്ളത് ഭൂമിയിൽ നിന്ന് അകന്നു പോകുന്ന വിധത്തിലാണ് എന്ന നിലയ്ക്ക് ഒരു വസ്തുവിനെ നമ്മൾ അങ്ങ് തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ
ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിനപ്പുറത്തേക്ക് അതിന് കടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കീഴോട്ട് വന്ന് പതിക്കുകയാണ് ചെയ്യുക. ഇതാണ് പ്രപഞ്ച നിയമം. ഈ പ്രപഞ്ച നിയമം നമ്മൾ പരിഗണിക്കാതെ നമ്മൾ ഒരു വസ്തുവിനെ മേലോട്ട് എറിഞ്ഞാൽ അതുകൊണ്ട് ഫലം ഉണ്ടാവുമോ? അത് നേരെ താഴെ വന്ന് പതിക്കും. ഈ ഗുരുത്വാകർഷണ ബലത്തിന്റെ സിദ്ധാന്തവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശാസ്ത്രീയമായ കാര്യങ്ങളും ഉൾക്കൊള്ളാതെയാണ് നമ്മൾ കെട്ടിടം പണിയുന്നതെങ്കിലും, കെട്ടിടം പണിയുന്നതാ നിലക്കാണെങ്കിൽ ആ കെട്ടിടം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ തകർന്നു വീണു പോകും. ഇത് വളരെ ലളിതമായൊരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. പ്രപഞ്ചത്തിന് അത് അതിന്റെ ഭൗതിക ശാസ്ത്ര തലത്തിലായാലും സാമൂഹ്യ ശാസ്ത്ര തലത്തിലായാലും അള്ളാഹു ഒരു ഗംഭീരമായ സംവിധാനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം നോക്കുക. അള്ളാഹു വെച്ച സാമൂഹ്യ ശാസ്ത്ര സംവിധാനത്തിൽ പെട്ടതാണ് വിവാഹം. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്നത് മനുഷ്യന് ആവശ്യമായ ഒരു സംഗതിയാണ്. അതിന് അള്ളാഹു ഒരു വ്യവസ്ഥയും വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വ്യവസ്ഥയെ തള്ളിക്കളഞ്ഞ് എന്താ ഇപ്പൊ ഒരു ആണിന് ഇഷ്ടം തോന്നിയ ഒരു പെണ്ണിന്റെ കൂടെ കിടന്നുറങ്ങിയാൽ ഇഷ്ടമുള്ള പെണ്ണിനോട്, ഇഷ്ടം തോന്നിയ പെണ്ണിനോട് കൂടെ കിടന്നുറങ്ങാനുള്ള സമ്മതം ചോദിച്ചാൽ എന്താണ്? ഇനി അവള് സമ്മതിക്കുന്നില്ലെങ്കിൽ അവളെ അങ്ങ് കയറി പിടിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ മനുഷ്യൻ ആലോചിക്കുന്നുണ്ടാവും. നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ സമകാലിക കേരളത്തിന്റെ സാഹചര്യത്തില് അള്ളാഹുവിന്റെ വ്യവസ്ഥയെ തകിടം മറിച്ചപ്പോ അത് വലിയ ഫസാദായിട്ട് മാറുകയല്ലേ ചെയ്തത്. അപ്പൊ ഇതാണ് സൂചിപ്പിക്കുന്നത്, പ്രപഞ്ചത്തിന്റെ ഭൗതിക ശാസ്ത്രപരമായ തലത്തിലായാലും രാസപദാർത്ഥ അല്ലെങ്കിൽ രസതന്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തലത്തിലായാലും അതുപോലെ സാമൂഹ്യ ശാസ്ത്ര തലത്തിലായാലും അള്ളാഹു ഒരു വലിയ ഗംഭീരമായ വ്യവസ്ഥ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ 100% സത്യത്തിന് അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ആ സത്യത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഇവിടെ വലിയ ഫസാദ് ഉണ്ടായി പോകും. ഈ ഫസാദാണ് നമ്മളിപ്പോ സാമൂഹ്യ മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വേറെ ചില രൂപങ്ങളാണ് നമ്മൾ പ്രകൃതിക്ഷോഭങ്ങളുടെ രൂപത്തിൽ കാണുന്നത്. അള്ളാഹു ഈ പ്രപഞ്ചത്തിന് വെച്ചിരിക്കുന്ന ചില സന്തുലിതത്വങ്ങൾ തകർക്കുന്ന വിധത്തിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ സംഭവിക്കുന്നുവെങ്കിൽ അത് ഈ ഭൂമിയുടെ ഘടനയെയും അതിന്റെ പ്രവർത്തനത്തെയും അതിന്റെ ഗുരുത്വാകർഷണ ബലത്തെയും ഒക്കെ തന്നെ തകിടം മറിക്കുന്നതായി മാറും. ഭൂമി പ്രതിഷേധിക്കും. ഭൂമി പ്രതിഷേധിക്കുമ്പോ അത്തരം ചില സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവരുടെ ഹവാ അനുസരിച്ചാണ് സത്യം സ്വയം പരിവർത്തിതമാകുന്നത് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്തായിരിക്കും അതിന്റെ ഫലം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ നിയമങ്ങളിൽ ഒരല്പം അയവ് വരുത്തി തരികയാണെങ്കിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് കുഴപ്പമില്ല എന്ന് ആലോചിക്കുന്നവരുണ്ടാകാം. സാമ്പത്തിക നിയമങ്ങളിൽ ഒരു അയവ് വരുത്തി തരികയാണെങ്കിൽ ഇസ്ലാം തിരക്കിടില്ല എന്ന് തോന്നുന്ന ആളുകൾ ഉണ്ടാവാം. സാമൂഹ്യ ബന്ധങ്ങളില് അതുപോലെ മനുഷ്യന്റെ ആയോധന കലകളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ ഇസ്ലാമിന്റെ ചില മാർഗദർശനങ്ങള് വലിയ കടുപ്പുള്ളതായിട്ട് ആളുകൾക്ക് തോന്നുന്നു. ഇപ്പൊ ഭക്ഷണ കാര്യത്തില്, അതുപോലെ മദ്യപാനം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കാര്യത്തില് മദ്യപിക്കാൻ ഒരു അനുവാദം ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ അത് ഇസ്ലാം തിരക്കടില്ലാത്തൊരു സംഗതിയായിട്ട് കണ്ടുകൊണ്ട് അതിലേക്ക് വരാമായിരുന്നു എന്ന് കരുതുന്ന ആളുകൾ ഉണ്ടാവും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ഗ്രാമീണനായ ഒരു മരുഭൂവാസിയായ ഒരാൾ വന്നിട്ട് പറയുകയുണ്ടായി, പ്രവാചകരെ, താങ്കൾ കൊണ്ടുവന്നിരിക്കുന്ന ദീൻ എനിക്ക് വളരെ സ്വീകാര്യമാണ്, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വ്യഭിചരിക്കാനുള്ള അവസരം, അതിനുള്ള അനുവാദം തരണം.
വ്യഭിചരിക്കാൻ അനുവാദമുണ്ടെങ്കിൽ എനിക്ക് മുഹമ്മദ് കൊണ്ടുവന്ന ദീന് അംഗീകരിക്കുന്നതിന് യാതൊരു എതിർപ്പുമില്ല എന്നാണ് അയാൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതുകൊണ്ട് വ്യഭിചരിക്കാൻ ഉള്ള വെമ്പലുള്ള മനസ്സിന് അയാൾക്ക് മാറ്റം ഉണ്ടായി. നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ അതിനു വേണ്ടി പരിഗണിക്കുമോ, സഹോദരിയെ അങ്ങനെ പരിഗണിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചതോടുകൂടി അദ്ദേഹം പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ദൂതനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ എനിക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുമായി വീഴ്ച നടത്തുക എന്നതായിരുന്നു. അത് വ്യഭിചാരത്തിലൂടെ ആയിരുന്നാൽ പോലും അത് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടി അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും വെറുപ്പുളവാക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് തോന്നിയത് പിന്നീട് അങ്ങോട്ട് അതേ സംഗതി തന്നെയാണ് എന്ന് ആ സഹാബി വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഹഖ് എന്നത് മനസ്സിലാക്കാൻ നമ്മളെ ഏറെ സഹായിക്കുന്ന ഒരു കാര്യമാണിത്. ഹഖിന് ഈ അഹ്വാകളെ തുള്ളാൻ വേണ്ടി, അതിനനുസരിച്ച് തുള്ളാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുകയല്ല വേണ്ടത്. നമ്മുടെ പ്രകൃതത്തെയും നമ്മുടെ മനസ്സിന്റെ തോന്നലുകളെയും വെമ്പലുകളെയും നമ്മുടെ മോഹനമായ സ്വപ്നങ്ങളെയും ഒക്കെ സത്യത്തിനനുസരിച്ച് പുനഃക്രമീകരിക്കുകയാണ് വേണ്ടത്. അത് മനസ്സിലാക്കാൻ ഈ സമൂഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ, അവരുടെ ഇച്ഛകളെ തന്നെ പിൻപറ്റിക്കൊണ്ടാണ് സമൂഹം പോകുന്നതെങ്കിൽ അതൊരിക്കലും തന്നെ അവരെ വിജയത്തിൽ എത്തിക്കുകയില്ല, തകർച്ചയാണ് ഉണ്ടാവുക. പ്രത്യക്ഷത്തിൽ ഭൗതിക ലോകത്ത് തന്നെ വലിയ തകർച്ച കാണാൻ കഴിയും. നമുക്ക് എന്തൊക്കെ വൈകൃതങ്ങളാണ് സാമൂഹ്യമായ ബന്ധങ്ങളിൽ ഉടലെടുക്കുന്നത് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെ വൈകൃതങ്ങളാണ്. ഇപ്പോ കുറച്ചു മുമ്പ് എനിക്ക് അറിയാമായിരുന്ന ഒരു സംഭവം, ഒരാളുടെ ഭാര്യ മരിച്ചു പോയി. അയാൾക്ക് മകളും അതുപോലെ മൂത്ത മകളുടെ താഴെയുള്ള കുറച്ച് വേറെയും കുട്ടികളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഭാര്യ മരിച്ചു പോയതോടുകൂടി പിന്നെ ഇയാൾക്ക് ആശ്രയമില്ലാണ്ടായി. മുതിർന്ന മകളെ ഇയാള് കൂടെ കൂട്ടി കൂടെ കിടത്തുകയും അവളുടെ കൂടെ ശയിക്കാനൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തു. അവള് ഭാര്യയുടെ റോളില് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. താഴെയുള്ള കുട്ടികള് അവരുടെ മക്കള് എന്നുള്ള നിലക്ക് പരിഗണിക്കപ്പെടുകയും ഈ മകള് ഈ അച്ഛനാൽ ഗർഭിണിയാവുകയൊക്കെ ചെയ്തു. ആ കുടുംബം നാടുവിട്ടു പോയി, വിദൂരമായ എവിടെയൊക്കെ പോയി താമസിച്ചു കാണും, അല്ലാഹു അഅലം. എന്തായാലും ഞാൻ സൂചിപ്പിച്ച ആ കഥയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളർന്നു വരുന്ന കുട്ടികളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവര് പരസ്പരം എങ്ങനെയാണ് പറയുന്നുണ്ടാവുക. അവരുടെ ചേച്ചിയായിരുന്ന ആള് ഇപ്പൊ അമ്മയാണ്. ചേച്ചിയുടെ മക്കള് ഇവരുടെ അനിയന്മാരും അനിയത്തികളും ഒക്കെ ആയി മാറുകയാണ്. എന്തൊരു തകിടം മറിഞ്ഞ ഒരു സംവിധാനം. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംസ്കാരം, നാഗരികത, സാമൂഹ്യ വ്യവസ്ഥ എന്നതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ടുള്ളതല്ല. പക്ഷെ മനുഷ്യൻ്റെത് അങ്ങനെയല്ലല്ലോ. മനുഷ്യൻ ആലോചനയുള്ള, ബുദ്ധിയുള്ള, അതുപോലെ സെൻസും സെൻസിബിലിറ്റിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സ്പീഷീസ് ആണല്ലോ. അച്ഛനെ ചേട്ടാന്ന് വിളിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ചേച്ചിയെ അമ്മയെന്ന് വിളിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ചേച്ചിയുടെ മക്കളെ അനുജൻ എന്നും അനിയത്തി എന്നും ഒക്കെ വിളിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതും കൃത്യതയല്ല. അതാണ് അതിലെ വൈരുദ്ധ്യം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത് ഈ ആകാശങ്ങൾക്കും ഭൂമിക്കും അവയ്ക്കിടയിലുള്ളതിനുമൊക്കെ ആയിട്ട് അള്ളാഹു വെച്ചിരിക്കുന്ന സത്യാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയെ തകിടം മറിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഇവിടെ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ ദൂതൻ, അതുപോലെ അള്ളാഹുവിന്റെ ദൂതന് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക വെളിപ്പാട്, ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സത്യം, ആ സത്യം ഇവരുടെ ഇച്ഛകൾക്കനുസരിച്ച് തുള്ളുന്ന ഒരു സംഗതിയായിട്ടാണ് വരുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ
സത്യം പിന്തുടരുന്നത് ഇവരുടെ ഇച്ഛകളെയും ഇവരുടെ വ്യാമോഹങ്ങളെയും ഇവരുടെ സ്വപ്നങ്ങളെയും ഒക്കെയാണ് എന്ന് വെക്കുക. ഇവരുടെ ഇഷ്ടങ്ങളെയാണ് പിൻപറ്റുന്നത് എങ്കിൽ ലഫസദത്തിൽ സമാവാതു വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും വമൻ ഫീഹിന്ന, അവയിലുള്ളതൊക്കെയും എന്ന് പറഞ്ഞ ഈ പ്രപഞ്ച സംവിധാനം ഒന്നാകെ തന്നെയും ഫസാദായി പോകും, തകിടം മറിഞ്ഞു പോകും, താറുമാറായി പോകും, നിയമ വ്യവസ്ഥയില്ലാത്ത ആകെ കുത്തഴിഞ്ഞതായി മാറിപ്പോകും. ബൽ അതൈനാഹും ബിദിക്രിഹിം ഫഹും അൻ ദിക്രിഹിം മുഅ്രിദൂൻ. എന്നാൽ സത്യം എന്താണ്? ബൽ അതൈനാഹും, നാം അവർക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു, നാം അവരിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്താണ് എത്തിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ നാം അവരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ബിദിക്രിഹിം, അവർക്കായിട്ടുള്ള ഉണർത്തൽ, അവർക്കായുള്ള കൃത്യമായ ബോധ്യപ്പെടുത്തലായ ഒരു ജീവിത ദർശനമാണ് നാം അവരിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത്. ഈ ദൂതൻ മുഖേന നാം അവർക്ക് നൽകിയിട്ടുള്ളത് കൃത്യമായിട്ട് അവര് പിന്തുടരേണ്ട, അവര് ഓർക്കേണ്ട, അവരെ ഉത്ബുദ്ധരാക്കുന്ന ഒരു ജീവിത ദർശനമാണ്. ആ ഒരു ജീവിത ദർശനം അവർക്ക് മാർഗദർശനമായിട്ട് അവരുടെ കയ്യിൽ ഉണ്ടാകുമ്പോഴാണ് ഈ സാമൂഹ്യ വ്യവസ്ഥയും പ്രാപഞ്ചിക വ്യവസ്ഥയും ഒക്കെ ശരിയായ അടിത്തറയിൽ നിലനിൽക്കുക. ബൽ അതൈനാഹും ബിദിക്രിഹിം, വല്ലാത്തൊരു പ്രയോഗമാണ് ദിക്ർ എന്നുള്ള പദം കൊണ്ട് ഇവിടെ അള്ളാഹു നടത്തുന്നത്. ഈ ദിക്ർ അവരിലേക്കായി അവരുടേതായ ദിക്റിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അത് അവരുടെ ശുദ്ധ പ്രകൃതം എന്തെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന കാര്യമാണ്. അവർക്ക് ജീവിതത്തിൽ ആവശ്യമായ സാരോപദേശവും മാർഗദർശനവുമാണ്. അതേപോലെ തന്നെ അവർക്ക് മാന്യതയും പ്രതാപവും ശ്രേയസ്സും ഒക്കെ പകർന്നു കൊടുക്കുന്ന കാര്യമാണ്. ആ കുടുംബത്തിന്റെ കാര്യം ഒന്ന് വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. അച്ഛന് മകളിലുണ്ടായ മക്കളും മരിച്ചുപോയ ഭാര്യയിലുണ്ടായ മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ എന്താണ് ആ കുടുംബത്തിന്റെ ഒരു സാമൂഹ്യമായ ക്രമം എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും നിലക്കുള്ള അന്തസ്സോ ആദരവോ ബഹുമാനമോ പരസ്പരം നൽകപ്പെടുന്ന ഒരു സാമൂഹ്യ ക്രമം അവിടെ വളർന്നു വരുമോ? ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നിങ്ങൾക്ക് ശ്രേയസ്സും പ്രതാപവും അഭിമാനവും അതുപോലെ തന്നെ ബഹുമാനവും ഒക്കെ തന്നെ ഉണ്ടാക്കി തരുന്ന ഒരു ദിക്റാണ് ഇപ്പൊ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായ വെളിച്ചം പകർന്നു തരുന്ന മാർഗദർശനവും സാരോപദേശവുമായിട്ടുള്ള ദിക്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഈ ദിക്റ് നിങ്ങളുടെ തന്നെ ശുദ്ധ പ്രകൃതത്തിന് ഏറ്റവും ചേരുന്ന ഒരു സംഗതിയാണ്. ഈ കാര്യം നിങ്ങളെ ദിക്റായിട്ട് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഉണർത്തേണ്ടതുണ്ട്. കാരണം നിങ്ങൾ വിസ്മൃതിയിലായിരിക്കും. ജനിച്ചു വളരുന്ന ഒരു കുഞ്ഞിന് സാമൂഹ്യ ബന്ധങ്ങളുടെ ഊഷ്മളതയെക്കുറിച്ചോ അതിന്റെ നൈർമല്യത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. പഠിപ്പിക്കപ്പെട്ടാൽ തന്നെ അറിയുള്ളൂ. പെങ്ങളെ പെങ്ങളായിട്ട്, അമ്മയെ അമ്മയായിട്ട്, ഭാര്യയെ ഭാര്യയായിട്ട് ഒക്കെ കാണുന്ന ഒരു ബോധം മനുഷ്യനിൽ ഉണരേണ്ടതുണ്ടെങ്കിൽ അത് പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ആ ഒരു ദിക്റാണ് ഇപ്പോ നിങ്ങൾക്കായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് കേവലം നിങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളുടെ മാത്രം ഒരു സംഗതിയല്ല. ഈ പ്രപഞ്ച വ്യവസ്ഥ തന്നെ അതിന്റെ അടിസ്ഥാനത്തില് ആ പ്രാപഞ്ചിക വ്യവസ്ഥയെ തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണത്. സത്യാധിഷ്ഠിതമാണ് രണ്ടും. പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയും മനുഷ്യന് പിന്തുടരേണ്ട സാമൂഹ്യ വ്യവസ്ഥ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള അതും ഒരുപോലെ സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അതിന് പകരം ഇവരുടെ അഹ്വാഇനെയാണ്, ഇവരുടെ ഇച്ഛകളെയാണ് സത്യം തന്നെ അങ്ങ് പിന്തുടരാം എന്ന് വെച്ചത് എന്ന് സങ്കല്പിച്ചു നോക്കൂ. എങ്കിൽ ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ള സകല സംവിധാനങ്ങളും സകല പ്രാപഞ്ചിക വ്യവസ്ഥയും തകർന്ന് തരിപ്പണമായി പോകും. അത് തകർന്നടിഞ്ഞു പോകും. നമുക്കറിയാം, സാമൂഹ്യ ക്രമം തകർന്നാൽ കുടുംബം തകരും. കുടുംബം തകർന്നാല് മനുഷ്യന്റെ നാഗരികമായ ജീവിതത്തിന് വലിയ വിള്ളലുണ്ടാകും. പിന്നീട് കെട്ടിടങ്ങളെ ഉണ്ടാകൂ, വീടുണ്ടാവില്ല. ആളുകൾ താമസിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാകും, കെട്ടിടങ്ങൾ ഉണ്ടാകും, എടുപ്പുകൾ ഉണ്ടാകും.
പക്ഷെ വീടുകൾ ഉണ്ടാവില്ല. ബന്ധങ്ങൾ തകർന്നു പോയാൽ പിന്നെ എന്ത് വീട്? ഹോം എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാവും. ഹോം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്നതൊന്ന് ആലോചിച്ച് നോക്കാം. വലവിത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദത്തി സ്സമാവാതു വൽ അർള് വമൻ ഫീഹിന്ന. ഇതാണ് സംഭവിക്കുക. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ബൽ അതൈനാഹും ബിദിക്രിഹിം. അവർക്ക് വേണ്ട ദിക്റുമായിട്ടാണ് നാം എത്തിയിരിക്കുന്നത്. അവർക്ക് വേണ്ട ഉത്ബോധനമാണത്, അവരെ ഓർമ്മപ്പെടുത്തലാണ്, അവർക്ക് വേണ്ട ജീവിത ദർശനമാണ് നാം അതിലൂടെ നൽകിയിരിക്കുന്നത്. ഫഹും അൻ ദിക്രിഹിം മുഅ്രിദൂൻ. എന്നാൽ ഇവരുടെ നിലപാടെന്താ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിത ദർശനമൊന്നും ആവശ്യമില്ല കേട്ടോ എന്ന നിലക്ക് അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് തള്ളുകയാണ്. അങ്ങനെ നിസ്സാരമായി മൂല്യങ്ങളെയും സാമൂഹ്യ വ്യവസ്ഥയെയും തള്ളിക്കളഞ്ഞിരുന്നവരുടെ ഒരു ഗതികെട്ട ചിത്രം കേരളത്തിന്റെ സിനിമാ രംഗത്ത് നമുക്ക് ഇന്ന് കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളുകള് എല്ലാ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ ജീവിതം നിരന്തരമായി ഉദ്ഘോഷിക്കുകയും പഠിപ്പിക്കുകയും പിന്തുടരുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ, അവരുടെ അവസ്ഥ, അവരെത്തി നിൽക്കുന്ന ഒരു അവസ്ഥയൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്നാൽ ഇവര് അവർക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഈ ദൈവിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അവർക്കത് വേണ്ട. ഒരു സാമൂഹ്യ വ്യവസ്ഥ വേണ്ട, ധാർമ്മിക വ്യവസ്ഥ വേണ്ട, പ്രാപഞ്ചിക നിയമങ്ങളെ പോലും തങ്ങൾ പാലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു നിലപാടാണ് അവർക്കുള്ളത്. അം തസ്അലുഹും ഖർജൻ. ഇനി അള്ളാഹുവിന്റെ ദൂതനോട് അള്ളാഹു ചോദിക്കുകയാണ്, പ്രവാചകരെ, താങ്കൾ അവരോട് വല്ല കൂലിയും വല്ല വരുമാനവും തരണം എന്ന് പറയുന്നുണ്ടോ? ഈ ദൗത്യം നിർവഹിക്കുന്നതിന് വല്ല പേയ്മെന്റും വേണം എന്ന് താങ്കൾ അവരോട് ആവശ്യപ്പെട്ടോ? അം തസ്അലുഹും ഖർജ. അതുകൊണ്ടാണോ അവര് താങ്കളെ തള്ളിക്കളയുന്നത്? ഞാൻ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വെളിച്ചം പകർന്നു തരിക എന്നൊരു സംഗതി, അതിന് നിങ്ങൾ എനിക്ക് പേ ചെയ്യണം, അതിന് നിങ്ങൾ നികുതി കൊടുക്കണം എന്ന് താങ്കൾ അവരോട് ആവശ്യപ്പെട്ടോ? ഫഖറാജു റബ്ബിക ഖൈർ. എങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആവശ്യമുള്ളതായിട്ട് താങ്കൾക്ക് തോന്നിയോ? താങ്കളുടെ റബ്ബ് നൽകുന്ന പ്രതിഫലമാണ് അല്ലെങ്കിൽ വരുമാനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താങ്കൾ അങ്ങനെ ഒരു സംഗതി അവരോട് ചോദിക്കില്ല. ഇതാണ് അതിന്റെ സൂചന. അവരോട് താങ്കൾ വല്ല പേയ്മെന്റും വല്ല നികുതിയും വല്ല പണവും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾക്കായി തരണം എന്ന് പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. നിന്റെ റബ്ബ് തരുന്ന ഖറാജ് തന്നെ എത്രയോ ഉത്തമമായതാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വഹുവ ഖൈറുർ റാസിഖീൻ. ഏറ്റവും നല്ല അന്നദാതാവ്, ഏറ്റവും നല്ല വിഭവം നൽകുന്നവൻ, റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അങ്ങനെ ഈ ആളുകളുടെ അടുക്കൽ നിന്ന് വല്ല പ്രതിഫലവും കിട്ടണം, വല്ല പേയ്മെന്റും അവര് നടത്തണം, അവര് നികുതി തരണം എന്നൊക്കെ താങ്കൾ അവരോട് പറയുകയുണ്ടായോ എന്നതാണ് ചോദ്യം. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല റാസിഖ് അള്ളാഹുവാണ്. അള്ളാഹു നൽകുന്ന ഖറാജാണ്, അള്ളാഹു നൽകുന്ന പേയ്മെന്റ് ആണ്, അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് താൻ. അതിലൊന്നും ഒരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ദുൽഖർനൈൻ ഒരു ഭിത്തി പണിത് കൊടുക്കാൻ വേണ്ടി ഈ ചില ജനവിഭാഗങ്ങള് അദ്ദേഹത്തെ സമീപിച്ച ഒരു സംഭവം സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ കാണുകയുണ്ടായി. ഭിത്തി പണിത് കൊടുക്കുന്നതിന് ഞങ്ങൾ കൂലി തരാം, പാട്ടം തരാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ദുൽഖർനൈൻ പറഞ്ഞ അതിന്റെ ആവശ്യമില്ല, എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടുള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ധാരാളമാണ് ഇതൊക്കെ ചെയ്യാൻ. നിങ്ങള് എന്നോടൊപ്പം ഈ പണി ചെയ്യുന്നതിലൊന്ന് കൂടി തന്നാൽ മതി. ഇതാണ് ദുൽഖർനൈൻ അവരോട് പറയുകയുണ്ടായത്. ഇവിടെ സമാനമായ ഒരു കാര്യമാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത്. അവർക്ക് ഈ പ്രാപഞ്ചിക വ്യവസ്ഥയും മനുഷ്യന്റെ സാമൂഹ്യ വ്യവസ്ഥയും ഒക്കെ തകരാത്ത വിധത്തിൽ അതിനെ ഏറ്റവും പ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തില് അവയെ സംരക്ഷിച്ചു നിർത്തുന്നതിന് ഉപകരിക്കുന്ന ജീവിത ദർശനമാണല്ലോ താങ്കൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനുവേണ്ടി വല്ല വേതനവും തരണം, വല്ല നികുതിയും തരണം എന്നൊന്നും താങ്കൾ പറഞ്ഞിട്ടില്ലല്ലോ.
താങ്കളുടെ റബ്ബ് തരുന്ന പ്രതിഫലം തന്നെയാണ് ഏറ്റവും ഉത്തമമായത്. ഏറ്റവും നല്ല റാസിഖ് അവൻ തന്നെയാണ്. മുസ്തഖീം, താങ്കൾ അവരെ ക്ഷണിക്കുന്നത് ഏറ്റവും ഋജുവായ, ഏറ്റവും പ്രകൃതിപരമായ, ഏറ്റവും മനുഷ്യപ്രകൃതത്തോട് യോജിക്കുന്ന മാർഗത്തിലേക്കാണ്. വൈന്നക്കലത്തദൂഹും, നിശ്ചയമായിട്ടും താങ്കൾ അവരെ വിളിക്കുന്നു. ഏതിലേക്കാണ്? ഇലാ സിറാത്തിൻ മുസ്തഖീം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക്, മനുഷ്യപ്രകൃതത്തിന് ഇണങ്ങുന്ന പ്രാപഞ്ചിക സംവിധാനങ്ങളോട് ഏറ്റവും യോജിച്ചു പോകുന്ന ഒരു ജീവിത ദർശനത്തിലേക്കാണ് താങ്കൾ അവരെ വിളിക്കുന്നത്. വൈന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, എന്നാൽ മരണശേഷം ഒരു ജീവിതമുണ്ട്, ഒരു ആഖിറത്തുണ്ട് എന്ന് വിശ്വസിക്കാത്ത ആളുകൾ, അവര് അനിസ്സിറാത്തി ലനാക്കിബൂൻ, അവര് ശരിയായ മാർഗത്തിൽ നിന്ന് അങ്ങനെ അകന്നകന്ന് പോയി കളയും. അതാണ് സംഭവിക്കുന്നത്. മരണത്തിന് ശേഷം ഒരു അക്കൗണ്ടബിലിറ്റിയുടെ ഒരു സമയം വരുന്നു. ആഖിറത്തിൽ ഒരു ജീവിതമുണ്ട്, അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ അവിടെ ഒരു വിശദീകരണം നൽകേണ്ടി വരും എന്ന വിധത്തിലുള്ള ബോധ്യം നൽകുന്ന ഒരു പാരത്രിക ജീവിത വിശ്വാസം ഇല്ലാത്ത ആളുകൾ, അവര് അനിസുറാത്തിലനാക്കിബൂൻ, അവര് സിറാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വ്യതിചലിച്ച് അകന്നു പോയി കളയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പാരത്രിക ജീവിതത്തിലുള്ള വിശ്വാസം മരണാനന്തരം അള്ളാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഹാജരാക്കപ്പെടും എന്ന ബോധ്യം അതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തെ എങ്ങനെ തകർക്കാനും അവരും മുതിരും. മനുഷ്യ സാമൂഹ്യ ബന്ധങ്ങളെ എങ്ങനെ നശിപ്പിക്കുന്നതിനും അവർക്ക് മടിയുണ്ടാവില്ല. പ്രകൃതിയെ തന്നെ തകർക്കുന്നതിനും വലിയ വിനാശങ്ങൾക്ക് കാരണമാകുന്നതിനൊന്നും അവർക്ക് ഒരു എതിർപ്പും ഉണ്ടാവില്ല. അവര് സിറാത്തിൽ നിന്ന്, സിറാത്ത് എന്ന് പറഞ്ഞ ശുദ്ധ പ്രകൃതമാണ്, അത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതമാണ്, ദൈവികമായി പകർന്നു തന്ന ദർശനമാണ്, ഈ പ്രാപഞ്ചിക വ്യവസ്ഥയുമാണ്. പ്രാപഞ്ചിക വ്യവസ്ഥയെ തകർക്കുന്ന, മനുഷ്യ പ്രകൃതത്തിനോട് വലിയ വെല്ലുവിളി ഉയർത്തുന്ന, മനുഷ്യന്റെ സാമൂഹ്യ ജീവിതക്രമത്തെ തകർത്തെറിയുന്ന ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോവുക. അത് സിറാത്തിൽ നിന്നുള്ള ശുദ്ധമായ പ്രകൃതത്തിൽ നിന്നും ശരിയായ മാർഗത്തിൽ നിന്നുമുള്ള അകന്നു പോകലും തെന്നിമാറലുമാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.